ഹായ്, ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. നമ്മൾ സെക്കൻഡ് ഇയറിൻ്റെ ക്ലാസ്സുകളിൽ മാഷ് വന്നിട്ടുണ്ടായില്ല ഇതുവരെ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇയർ എനിക്കും ബൽക്കീസ് മിസ്സിനും കോമൺ കോഴ്സുകളാണ് പഠിപ്പിക്കാനുള്ളത്. ഫസ്റ്റ് ഇയർ നിങ്ങൾക്കുണ്ടായിരുന്ന ഇംഗ്ലീഷിന് ഹിന്ദിക്ക് പകരം ഉണ്ടാകുന്ന കോമൺ കോഴ്സുകൾ. കഴിഞ്ഞ വർഷം അത് സ്റ്റാറ്റിസ്റ്റിക്സ്, ബേസിക് ന്യൂമറിക്കൽ സ്കില്ല് എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് കുറച്ച് സാധനങ്ങളൊക്കെ ഉൾപ്പെടുന്ന ബേസിക് ന്യൂമറിക്കൽ സ്കില്ല് എന്ന് പറഞ്ഞൊരു പേപ്പറും, പിന്നെന്താ ജനറൽ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നൊരു പേപ്പറായിരുന്നു. അപ്പോൾ അതൊരു സുഖമില്ലാത്ത പേപ്പറുള്ള അതിൻ്റെ പേരിൽ അത് മാറ്റണം എന്നുള്ള ആവശ്യം വളരെ കാലങ്ങളായി ശക്തമാണ്. അത് മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസിനൊക്കെ ഏൽപ്പിച്ച് ഒരു സിലബസൊക്കെ ഉണ്ടാക്കി. അത് ഇതുവരെ യൂണിവേഴ്സിറ്റി സബ്മിറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് ഓർഡറായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അത് ഇതുവരെ ഓർഡർ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ അവർ സബ്മിറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ കഴിഞ്ഞ വർഷത്തെ ഈ കോമൺ കോഴ്സുകൾ തന്നെ തുടരാം എന്നുള്ള ഒരു ഐഡിയയിലാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകുന്നത്. അത് ഓർഡറായി കിട്ടിയാലും നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഈ ചുരുങ്ങിയ സമയത്ത് നമുക്ക് ക്ലാസ്സുകൾ ചെറുതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലാണ്ട് കൂടുതൽ ഞാൻ പഠിപ്പിക്കുന്നില്ല. ഒരു ദിവസം 10 മിനിറ്റ് പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോഴേക്കും സിലബസ് ഒക്കെ റെഡിയാവും. ഇനി മാറ്റമൊന്നും അറിയില്ലല്ലോ. ഇനി ഇങ്ങനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഇരിക്കും, കാര്യങ്ങളൊക്കെ നടക്കില്ല. അപ്പോൾ എനിക്ക് പഠിപ്പിക്കാനുള്ളത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ബേസിക് ന്യൂമറിക്കൽ സ്കില്ലിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു 4-5 മോഡ്യൂളുകളുള്ള ഒരു സെക്ഷനാണ് എനിക്ക് പഠിപ്പിക്കാനുള്ളത്. ഏറ്റവും വലിയ സെക്ഷനാണ്. പിന്നെ ഇൻഫർമാറ്റിക്സിലുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. സിലബസ് മാറ്റുമോ എന്നറിയില്ല. ഇത് മിക്കവാറും സിലബസിലുണ്ടാവും എന്നറിയുന്നു. അതുകൊണ്ട് ഞാൻ ക്ലാസ് തുടരാമെന്ന് വിചാരിക്കുന്നു. അത് ഞാൻ സിലബസ് എടുക്കാനാണ് പോകുന്നത്. ഞാൻ സ്ലൈഡുകൾ എടുക്കട്ടെ. സിലബസ് അല്ല, സ്ലൈഡുകൾ. ഓക്കെ. ഇനി എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്? സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് എ സയൻസ് വിച്ച് ഇൻക്ലൂഡ്സ് ടേബിൾസ്, ചാർട്ട്സ് ഓർ ഈവൻ എ സെറ്റ് ഓഫ് ഫിഗേഴ്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു സെറ്റ് ടേബിളുകൾ, ചാർട്ടുകൾ, ഫിഗറുകൾ ഒക്കെ ഉൾപ്പെടുന്ന ഒരു സയൻസാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഇറ്റ് ഈസ് എ മെത്തഡ് ഓഫ് സ്റ്റഡിയിങ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻസ് റിഗാർഡിംഗ് സം ഫിനോമിന. ഏതെങ്കിലും ഒരു സംഗതിയെപ്പറ്റി പഠിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻസ് തരുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്, ഒരു മെത്തഡാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. The term statistics involves two different senses. In the first case, it refers to numerical facts called statistical data. In the second sense, it refers to some theories, methods, principles, etc. Then, definition of statistics. ഒരു കാര്യം ഒപ്പം പറഞ്ഞോളട്ടെ. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ ആയിട്ടുള്ള സംഗതിയാണോ സിംഗുലർ ആയിട്ടുള്ള സംഗതിയാണോ? 2 തരത്തിൽ ഉപയോഗിക്കാറുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് പലപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് എന്ന് പറഞ്ഞ് തുടർന്ന് കാണാൻ പറ്റും. അതായത് ഒരു സിംഗുലർ വാക്കാണ്. ചില കേസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് സ്റ്റാറ്റിസ്റ്റിക്സ് പ്ലൂറലായിട്ട് ഉപയോഗിക്കുന്ന സിറ്റുവേഷനാണ്. എനിവേ 2 തരത്തിലുള്ള ഡെഫിനിഷനാണ് നമുക്കുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് എ മെത്തേഡ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് എ സയൻസ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെയാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ്, നമുക്ക് പറയാം. ഓക്കെ. സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് എ മെത്തേഡ്. അക്കോർഡിംഗ് ടു സെലിഗ്മാൻ, statistics is a science which deals with the methods of collecting, classifying, comparing and interpreting numerical data collected to throw some light on any sphere of inquiry. According to Seligman, statistics is a science which deals with the method of collecting, classifying, comparing and interpreting numerical data collected to throw some light on any sphere of inquiry. എക്സ്പ്ലെയിൻ ചെയ്താലും ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുക. ഇപ്പം ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഇപ്പോൾ പോവർട്ടിയെ പറ്റി നമ്മൾ പഠിക്കുന്നു. അപ്പം അതിനുള്ള കറസ്പോണ്ടിങ് ആയ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടാവും. അതിനെ കളക്ട് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് കമ്പയർ ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് ഇതുകൊണ്ടാണ് നമുക്ക് പോവർട്ടി വരുന്നത്. ഇല്ലറ്ററസി കൊണ്ടാണ്, അല്ലെങ്കിൽ എന്താ പറയുക അൺഎംപ്ലോയ്മെൻറ്റ് കൊണ്ടാണ്, അല്ലെങ്കിൽ റീജിയണലായിട്ട് മറ്റ് പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ഈ എന്താ പറയുക കലാമിറ്റീസ്, നാച്ചുറൽ കലാമിറ്റീസ് കൊണ്ടാണ്. അങ്ങനെയൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സെലിഗ്മാൻ പറയുന്നത് അങ്ങനെയാണ്. It's a science which deals with the methods of collecting, classifying, comparing and interpreting numerical data collected to throw some light on any sphere of inquiry. According to Secrist, statistics is defined in some other way. Statistics are aggregates of facts affected to a marked extent by multiplicity of causes, numerically expressed, enumerated or estimated according to a reasonable standard of accuracy, collected in a systematic manner for a
predetermined purpose and placed in relation to each other. ഒരു വലിയ ഡെഫിനിഷനാണ്, പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ഇതാണ്. അപ്പം എന്താ പറഞ്ഞേ, സെക്രിസ്റ്റ് നടത്തിയ കൊണ്ടുവന്ന ഡെഫിനിഷനാണ് നല്ലൊരു ഡെഫിനിഷൻ. അതിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അത് പ്രാധാന്യം അറിയിക്കുന്നത്. അത് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞ അടുത്ത സെക്ഷനിൽ പറയേണ്ടി വരും. സ്റ്റാറ്റിസ്റ്റിക്സ് ആർ അഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട്സ് affected to a marked extent by multiplicity of causes, numerically expressed, enumerated or estimated according to a reasonable standard of accuracy, collected in a systematic manner for a predetermined purpose and placed in relation to each other. എന്താ പറഞ്ഞേ, അഗ്രിഗേറ്റ് ഫാക്ട്സിന്റെ അഗ്രിഗേറ്റ്സ്, ഒന്നിലധികം കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഡേറ്റ അനുസരിച്ച് ഡേറ്റ വരും. അതിനെ പലത്തെ കാരണങ്ങൾ കൊണ്ട് അത് വേരി ചെയ്യും. പിന്നെ പറഞ്ഞാൽ അത് ന്യൂമറിക്കൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ അതിനെ നമ്പർ ചെയ്യുന്നത് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ആക്യുറസി വെച്ചുകൊണ്ടാണ്. പിന്നെ സിസ്റ്റമാറ്റിക് മാനറിൽ കളക്ട് ചെയ്യപ്പെടുന്ന ഡേറ്റയാണ്. ഒരു പ്രീഡിറ്റർമിൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. മാത്രമല്ല പരസ്പരം കോറിലേറ്റ് ചെയ്യാവുന്ന ഡേറ്റയാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ്. അതാണ് സെക്രിസ്റ്റിന്റെ ഡെഫിനേഷൻ. ഇത് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നു. എന്തായാലും അതുപോലെ ഡെഫിനേഷൻസ് അതുപോലെ തന്നെ എഴുതേണ്ടി വരും. നന്നായിട്ട് പഠിക്കേണ്ടി വരും. പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും, ഏതെങ്കിലും ഒരെണ്ണം എഴുതേണ്ടിയും വരും നിങ്ങൾക്ക്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇറ്റ് ഷുഡ് ബി അഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത് അതിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നുണ്ടാവും. അഗ്രിഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോവർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കേണ്ടി വരും. അഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട്സ്. ഇനി ദേ ഷുഡ് ബി അഫക്റ്റഡ് ടു മാർക്ഡ് എക്സ്റ്റെന്റ് ബൈ മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ്. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ പോവർട്ടിയിൽ നിന്ന് എക്സാമ്പിൾ എടുത്താൽ പോവർട്ടി എന്തിനനുസരിച്ചൊക്കെ വരാം, എന്ത് കാരണത്താലൊക്കെ ഉണ്ടാവാം. ആൾക്കാർ ഇല്ലിറ്ററസി കൊണ്ടാവാം, അല്ലെങ്കിൽ എന്താ പറയുക റീജിയണൽ ആയിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ, നാച്ചുറൽ കലാമിറ്റീസ്, വെള്ളപ്പൊക്കം, അങ്ങനെയുള്ള കേസുകളാവാം. പിന്നെന്താ അൺഎംപ്ലോയ്മെന്റ് ആവാം, അല്ലെങ്കിൽ മറ്റ് ഒരുപാട് കാരണങ്ങളുണ്ടാവാം. അതാണ് മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ് ഉദ്ദേശിക്കുന്നത്. ദേ മസ്റ്റ് ബി ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ്. ഇപ്പോൾ ഒരാളുടെ ഇൻകം അത് കൂടുതലാണോ കുറവാണോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഇത്രയാണ് എന്ന് കൃത്യമായിട്ട് പറയേണ്ടി വരും. ഒരാളുടെ ആവറേജ് ഇൻകം 100 രൂപ അല്ലെങ്കിൽ 1000 രൂപ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റണം. അതാണ് ഉദ്ദേശിക്കുന്നത് ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ്. ദേ ഷുഡ് ബി എന്യൂമറേറ്റഡ് ഓർ എസ്റ്റിമേറ്റഡ് അക്കോർഡിംഗ് ടു റീസണബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ആക്യുറസി. നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുമ്പോഴോ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോഴോ ഒരു നമ്മൾ ഉദ്ദേശിച്ച ആക്യുറസിയിൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അത് പറ്റും സ്റ്റാറ്റിസ്റ്റിക്സിന്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദേ ഷുഡ് ബി കളക്റ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ഡേറ്റ കളക്ട് ചെയ്യുമ്പോഴും ഇന്റർപ്രറ്റ് ചെയ്യുമ്പോഴും ക്ലാസിഫൈ ചെയ്യുമ്പോഴും ഒക്കെ സിസ്റ്റമാറ്റിക് മാനറിൽ മുന്നോട്ട് പോയാലേ അവസാനം റിസൾട്ട് കാണുള്ളൂ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സിസ്റ്റമാറ്റിക് മാനർ. അടുത്തൊന്ന്, ദേ ഷുഡ് ബി കളക്റ്റഡ് ഫോർ എ പ്രീ ഡിറ്റർമിൻഡ് പർപ്പസ്. ഒരു മുൻകൂട്ടി തയ്യാറാക്കിയ നിശ്ചയിച്ച ഒരു പർപ്പസിന് വേണ്ടിയായിരിക്കും സ്റ്റഡി. അല്ലെങ്കിൽ അത് കുഴപ്പം പിന്നീട് ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഡേറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടായില്ല എന്ന് വരും, അല്ലെങ്കിൽ നമുക്കത് വിചാരിച്ച പോലെ ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് വരും. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഇപ്പം നമ്മൾ ഇല്ലിറ്ററസിയെ പറ്റി പഠിക്കും. അപ്പം അതിൽ പോവർട്ടി ഒക്കെ വരുന്നുണ്ട് അല്ലേ, പഠിക്കാൻ സാഹചര്യമില്ലാതെ ഇല്ലിറ്ററസി, പോവർട്ടി കൊണ്ട് ഇല്ലിറ്ററസി വരാം. അപ്പം നമ്മൾ അവസാനം എത്തുമ്പോൾ നമുക്കൊന്ന് ഈ പോവർട്ടിയെ പറ്റി പഠിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ ഇല്ലിറ്ററസിയെ പറ്റി പഠിച്ചു വരുമ്പോൾ പോവർട്ടി ഒന്നും കാരണമല്ല. ഇനി പോവർട്ടിയെ പറ്റി പഠിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യമുള്ള ഡേറ്റ പോവർട്ടിക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ടാവാം. അത് പിന്നീട് കൂട്ടിമുട്ടാതെ വരും. 7th one, they should be placed in relation to each other. നമ്മൾ ഇന്റർപ്രറ്റ് പല കാരണങ്ങളും അതിന്റെ റിസൾട്ടുകളും അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഇന്റർപ്രിട്ടേഷൻ അതൊക്കെ കോറിലേറ്റ് ചെയ്യണം, പരസ്പരം ബന്ധപ്പെടുത്തി പറയേണ്ടി വരും. അല്ലെങ്കിൽ ബന്ധപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഏതിൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ബന്ധപ്പെടുത്തി പറയുമ്പോഴേ അത് സ്റ്റാറ്റിസ്റ്റിക്സ് ആവുള്ളൂ. ഈ ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സും ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് തമ്മിൽ എന്താ? ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ സവിശേഷതകൾ. ഫീച്ചേഴ്സോ ഏതാണ്ട് സവിശേഷതകളൊക്കെ തന്നെ, പക്ഷെ അത് എന്തിനുപയോഗിക്കുന്നു, അതിന്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ ഈ ഫീച്ചേഴ്സിൽ വരും. അതായത് നമ്മൾ രണ്ടും ഒന്നല്ല, അതിന് കൃത്യമായിട്ട് മലയാളം എൻ്റെ മനസ്സിൽ വരുന്നില്ല. എക്സാമ്പിൾ പറഞ്ഞാൽ വായ്, തൊണ്ട, ഇത് രണ്ടും ഒന്നാണോ? അല്ല. അടുത്തടുത്തുള്ളതല്ലേ? റിലേറ്റഡ് ആണ്, പരസ്പരം അടുത്തടുത്തുള്ളതുമാണ്. അപ്പൊ അതുപോലെ തന്നെ വ്യത്യാസം ഇതിനുണ്ട്. എനിവേ, ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ഇറ്റ് സിംപ്ലിഫൈസ് കോംപ്ലക്സിറ്റി. എന്ന് പറഞ്ഞാൽ വലിയൊരു ഡാറ്റ, ഇപ്പൊ ഇന്ത്യ മഹാരാജ്യത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആവറേജ് ഇൻകം, ആളോഹരി വരുമാനം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓരോ സ്ഥലങ്ങളും ഓരോ ഭയങ്കര വലിയ നമ്പർ. കാരണം എത്രയാ? 330 കോടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തെ. പക്ഷെ ഇവിടുത്തെ ഈ ഏരിയയിലെ ഒരാളുടെ ആളോഹരി വരുമാനം എത്രയാന്ന് പറഞ്ഞാൽ ഒരു
100 രൂപയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ പോപ്പുലേഷന്റെ ഒരു സാമ്പത്തിക സ്ഥിതി നമുക്ക് മനസ്സിലാവും. അപ്പോൾ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള സംഗതി വളരെ എളുപ്പത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? സ്റ്റാറ്റിസ്റ്റിക്സ്. ഇറ്റ് പ്രസന്റ്സ് ഫാക്ട്സ് ഇൻ എ ഡെഫിനിറ്റ് ആൻഡ് പ്രിസൈസ് ഫോം. ഫാക്ടുകളെ ഡെഫിനിറ്റും പ്രിസൈസ് ഫോമിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് പ്രസന്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഹെൽപ്സ് കണ്ടൻസേഷൻ. അതായത് വലിയ വലിയ സംഗതികൾ വളരെ എളുപ്പത്തിൽ വളരെ ചെറുതാക്കി കൊണ്ടുവന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാൻ പറ്റും. കണ്ടൻസേഷൻ എന്ന് പറയുന്നത് അതിന് വ്യാപകമായ അർത്ഥമുണ്ട്. HR ഡെഫിനിഷൻ അല്ലെങ്കിൽ HR എക്സ്പ്ലനേഷൻ ഇവിടെ തരുന്നില്ല, നമ്മൾ പിന്നീട് കാണും. അപ്പം ഞാൻ അതിൽ സൂചിപ്പിക്കാം എന്താണ് ഇത്. ഇറ്റ് ഇനേബിൾസ് കമ്പാരിസൺ ഓഫ് ഡേറ്റ. ഒന്നിലധികം ഡേറ്റകൾ നമ്മൾ കോറിലേറ്റ് ചെയ്യുമ്പോൾ ഡേറ്റ കമ്പാരിസൺ പോസിബിൾ ആവുമെങ്കിൽ പോസിബിൾ ആയാൽ മാത്രമേ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ വിളിക്കാറുള്ളൂ. ഇറ്റ് ഹെൽപ്സ് ഇൻ ടെസ്റ്റിംഗ്. ഇപ്പോൾ പോവർട്ടി എന്തുകൊണ്ടുണ്ടാവുന്നു അല്ലെങ്കിൽ ലിറ്ററസി എന്തുകൊണ്ടുണ്ടാവുന്നു, അത് നമ്മൾ പറയുമ്പോൾ അതിനൊരു കാരണം നമ്മൾ പറയും. അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം, ഇത് ഇങ്ങനെയായാൽ അത് ശരിയാവുമോ. എന്താ പറയുക, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നീട് സിലബസിൽ കാണാനുണ്ട്, നമുക്കപ്പോൾ കാണാം. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന നമുക്ക് എത്തുന്ന ഒരു കൺക്ലൂഷൻ ടെസ്റ്റ് ചെയ്ത് വെരിഫൈ ചെയ്യാൻ നമുക്ക് കാരണം സ്റ്റാറ്റിസ്റ്റിക്സിൽ അത് പറ്റും. ഇറ്റ് ഹെൽപ്സ് പ്രെഡിക്ഷൻ. പ്രെഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ജല ദൗർലഭ്യം കൂടി വരുന്നു. ഇപ്പൊ 1990 എത്രയായിരുന്നു, 2000 എത്രയായിരുന്നു, 2010 എത്രയായിരുന്നു, 2020 എത്രയായിരുന്നു. അങ്ങനെ ഒരു കാലത്തുമ്പോഴും നമ്മളവിടെ വെള്ളം ഇല്ലാണ്ടാവുന്നത് നമുക്ക് ഇത് വെള്ളം ഇല്ലാണ്ടാവേണ്ട കാലത്തുണ്ട്. അതിന് മുമ്പ് നമുക്ക് പഠിക്കാം, ഗ്രാഫ് നോക്കിയിട്ട് പഠിക്കും. അല്ലെങ്കിൽ ഇപ്പൊ കൊറോണയുടെ കാലമാണ്. കൊറോണ ഓരോ ദിവസം ഇങ്ങനെ സ്പ്രെഡിങ് റേറ്റ് നിങ്ങൾക്കറിയാം. സ്റ്റാറ്റിസ്റ്റിക്സ് ഗ്രാഫുകൾ, ബാർ ഗ്രാഫുകൾ നിങ്ങൾ കാണുന്നുണ്ട്. അത് കൂടി ജൂലൈ ആവുമ്പോൾ എത്ര പേർക്ക് ഈ രോഗബാധ ഉണ്ടാവും നമുക്ക് പറയാനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ട് അവർ ആ ഗ്രാഫൊക്കെ ഉണ്ടാക്കണേ. സ്റ്റാറ്റിസ്റ്റിക്സ് പ്രെഡിക്ഷൻ ഇത് കണ്ടറിയേണ്ട കാര്യമില്ല, കണ്ടറിയാം. സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോർമുലേറ്റിംഗ് പോളിസീസ് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് എന്താ? ഗവൺമെന്റുകൾ പോളിസി ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ തൊഴിലില്ലായ്മ വേതനം കൊടുക്കണം കുറെ പേർക്ക്, തൊഴിലില്ലാത്തവർക്ക്. എല്ലാവർക്കും തൊഴിലില്ലായ്മ വേതനം കൊടുത്തു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ കയ്യിൽ കാശുണ്ടാവില്ല. എത്ര പേർക്ക് കൊടുത്താം, അത്യാവശ്യം ആവശ്യക്കാർ എത്ര പേരുണ്ട്, ഇവരെ കണ്ടെത്താൻ, അവർക്ക് എത്ര വെച്ച് കൊടുക്കുന്നത് കണ്ടെത്താൻ, എത്ര പേർക്ക് എത്ര ഏജ് ലിമിറ്റ്, ഇതൊക്കെ ഗവൺമെന്റ് ഡിസിഷനാണ്. എന്നാലേ അവരുടെ സാമ്പത്തികം ബഡ്ജറ്റിങ് പറ്റുള്ളൂ. അപ്പൊ അത് എത്ര പേർക്ക് എത്ര ബാധ്യത വരുന്നത് കണക്കൂട്ടിക്കൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള പോളിസികൾ വരിക. ഇപ്പൊ ഈ കൊറോണ കാലത്ത് കിറ്റുകൾ കൊടുത്തു, റേഷൻ കട വഴി ഈ നിത്യോപയോഗ സാധനങ്ങൾ കിറ്റ് കൊടുത്തു. അപ്പൊ അത് എത്ര കുടുംബങ്ങൾക്ക് കൊടുക്കേണ്ടി വരും, അപ്പൊ അതിന് എത്ര ടോട്ടൽ ചെലവുണ്ട്. ഇപ്പൊ ടോട്ടൽ ചെലവ് വെച്ചാൽ എല്ലാം സർക്കാരിന് പറ്റില്ല. അപ്പൊ സർക്കാർ ഇത്രയും 300 കോടി അല്ലെങ്കിൽ 400 കോടിക്ക് കിറ്റ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പൊ അതിൽ ഏതൊക്കെ സാധനങ്ങൾ ഉൾക്കൊള്ളിക്കണം, ഇതിൽ ഉൾക്കൊള്ളിക്കാം, എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും, അതിനൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഇത്ര പേർക്ക് കൊടുക്കും, ഇത്ര സാധനങ്ങൾ ഉൾപ്പെടുന്ന കിറ്റാണ് എന്നൊക്കെ പറഞ്ഞ് പോളിസികൾ ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഓരോന്നും സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഗ്രൂപ്പ്സ്. അതായത് ഈ മഴക്കാലത്ത് അസുഖങ്ങൾ പലതരത്തിൽ വരും. ഡെങ്കിപ്പനി ഉണ്ട്, ഇതുണ്ട്, ഇത് കൊറോണ ഇപ്പോൾ മുൻപ് ഉള്ളതല്ല, ഇപ്പോൾ വന്നതാണ്. അതുപോലെ ഈ ചിക്കുൻ ഗുനിയ, അങ്ങനെ പല പല അസുഖങ്ങളുണ്ട്. അത് ഈ ഹൈജീനിറ്റി അതൊക്കെ ബന്ധപ്പെട്ട കേസുകളാണ്. ആൾക്കാരുടെ ജീവിത രീതി, ചില ഏരിയകൾ ബന്ധപ്പെട്ട്. അപ്പോൾ ഇപ്പം എന്താ പറയാ, ചില ഏരിയകളിൽ ചില അസുഖങ്ങൾ കൂടുതലാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് പഠിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കും. അത് പരസ്പരം കണക്ട് ചെയ്യും ഡിഫറെന്റ് ഗ്രൂപ്പ്സുകൾ തമ്മിൽ. അത് മനസ്സിലായല്ലോ അല്ലേ? അതായത് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് അസുഖത്തിന്റെ കേസിലാണെങ്കിൽ കോസസ് ഉണ്ട്, അതിന്റെ വരുന്ന ഡിസീസസ് ഉണ്ട്. അപ്പോൾ അവ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാം, റിലേഷൻഷിപ്പ് നോക്കാനായിട്ട്. ഇറ്റ് എൻലാർജസ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. എല്ലാം നമുക്ക് അനുഭവിച്ചെന്ന് അറിയേണ്ട കാര്യമില്ല. അപ്പൊ ഈ തരത്തിൽ പോവുകയാണെങ്കിൽ ഇത്ര എത്തുമ്പോൾ നമ്മളുടെ പോപ്പുലേഷൻ എത്രയാവും. ഇപ്പൊ പോപ്പുലേഷൻ കേസിൽ, അതുപോലെ അൺഎംപ്ലോയ്മെന്റ് കേസിൽ, ഇല്ലിറ്ററസിയുടെ കേസിൽ, അല്ലെങ്കിൽ ലിറ്ററസിയുടെ കേസിൽ, കമ്പ്യൂട്ടർ ലിറ്ററസിയുടെ കേസിൽ, അങ്ങനെ ഇപ്പൊ ഈ കൊറോണ കാലത്ത് മൊബൈൽ ഡേറ്റ ഉപയോഗം വല്ലാണ്ട് കൂടിയിട്ടുണ്ടെന്നാണ് കണക്കൂട്ടപ്പെടുന്നത്. കാരണം ക്ലാസ്സുകൾ കാര്യങ്ങൾ. അപ്പൊ അത് ഇങ്ങനെ പോവുകയാണെങ്കിൽ എത്രത്തോളം ഡേറ്റ കൺസ്യൂം ചെയ്യപ്പെടും, ഇതൊക്കെ നമുക്ക് അനുഭവിച്ചതിന്റെ കാര്യമില്ല, കാൽക്കുലേഷൻ നടത്താൻ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. മനസ്സിലേക്കാണ്. ഇനി സ്കോപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അത് കുറച്ചുണ്ട്. ഞാനൊരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു. ഒരു 10 മിനിറ്റ് മതി, തുടക്കല്ലേ. അപ്പോൾ ഞാൻ ഇത്രയും ഒന്ന് പറഞ്ഞുള്ളൂ. ഏതാ, എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതിൻ്റെ 2 തരത്തിലുള്ള ഡെഫിനിഷൻ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ്. തുടക്കുന്ന രീതിയിൽ വളരെ കുറച്ച് ഒരു 10 മിനിറ്റ് ക്ലാസ് ചെയ്യുന്നുള്ളൂ. മനസ്സിലാക്കാൻ ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അതായത് ടൈം ടേബിൾ, മാഷക്കുള്ള ക്ലാസ്സുകൾ വരുന്നത് തിങ്കളാഴ്ച 4th അവർ, ബുധനാഴ്ച 2nd അവർ, വെള്ളിയാഴ്ച 4th അവർ. മനസ്സിലാക്കാൻ വിചാരിക്കുന്നു.
അത് ഇൻഫർമാറ്റിക്സ് കൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ്. എന്തായാലും തൽക്കാലം സിലബസ് തീരുമാനം ഇതുവരെ ആയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ മുന്നോട്ട് പോകുന്നുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ഇരിക്കാണ്ടിരിക്കാനാണ്. ഇതിൽ അസൈൻമെന്റ് വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ സബ്ജക്റ്റ് തീരുമാനമായിട്ട് അസൈൻമെന്റ് തരുന്നുള്ളൂ. കാരണം അത് മാറ്റേണ്ടി വന്നാലോ വേറെ എഴുതിക്കേണ്ടി വന്നാലോ ഒക്കെ മനസ്സിലായല്ലോ. ഇനി ഓരോ ഇപ്പം ഈ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് വരുന്ന 3ാമത്തെ അവർ 8:30 തുടങ്ങി ആരംഭിക്കും. 8:30, 9:30 വരെ, 9:30 തുടങ്ങി 10:30 വരെ, 10:30 തുടങ്ങി 11:30 വരെ, 11:30 തുടങ്ങി 12:30 വരെയാണ് ഇപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുക. അതിലൊരു 10 മിനിറ്റ് 15 മിനിറ്റാണ് ആദ്യം ഉണ്ടാവുക നിങ്ങൾക്ക്. അപ്പോൾ ഓരോ അവറിലും അതാത് ക്ലാസ് അധ്യാപകരുടെ അവറിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ 25 മിനിറ്റ് വരെയുള്ള വീഡിയോസ് ഉണ്ടാവും. സ്റ്റഡി മെറ്റീരിയൽസ് ഒപ്പം ഉണ്ടാവും. ഇപ്പോൾ ഈ കേസിൽ നിങ്ങൾക്ക് നോട്ട്സ് എഴുതിയെടുക്കാനുള്ള സൗകര്യങ്ങൾ ഞാൻ പ്രസന്റേഷൻ ഉൾപ്പെടെയാണ് തരുന്നത്. ന്യൂസ് പോസ് ചെയ്ത് നോട്ട്സൊക്കെ എഴുതിയെടുത്ത് മുന്നോട്ട് പോവുക. അതിന് വേണ്ടി പ്രത്യേക നോട്ട്ബുക്ക് തയ്യാറാക്കുക. പിന്നെ ഓരോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന അറ്റൻഡൻസ് സൂക്ഷിക്കാനായിട്ട് DC ആവശ്യപ്പെട്ടിട്ടുണ്ട്, കോളേജിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഓരോ ക്ലാസ്സിനും താഴെ നിങ്ങൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. ഓരോ ക്ലാസ്സിന് താഴെ നിങ്ങൾ ഈ കമൻറ്റ് ചെയ്താൽ മതി, നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞങ്ങൾക്കത് നോട്ട് എഴുതിയെടുക്കാം. അത് ഇപ്പോൾ എല്ലായ്പ്പോഴും നെറ്റ് കണക്ടിവിറ്റിയുടെ പ്രശ്നമോ കറണ്ടിൻ്റെ പ്രശ്നമോ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ എല്ലാവരും പറ്റിയൊന്നുമില്ല. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇന്ന് വൈകുന്നേരം ഒരു 10 മണി വരെ അറ്റൻഡ് ചെയ്യുന്നവരുടെ അറ്റൻഡൻസ് ഞാൻ മാർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് അറ്റൻഡൻസ് തരാൻ പറ്റില്ല. എന്തെങ്കിലും കണ്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അച്ഛൻ മനസ്സിലായല്ലോ അല്ലേ? 10 മണി വരെ. കാരണം നിങ്ങളുടെ പാരൻസൊക്കെ പുറത്ത് പോയേക്കാണെങ്കിൽ അത് വന്നിട്ട് വേണം നിങ്ങളുടെ ഫോണൊക്കെ കിട്ടാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട്. അത് നിങ്ങൾ ഇപ്പോൾ ഒരു 10 മണി വരെയെങ്കിലും ഈ ക്ലാസ് ഒരു 15-25 മിനിറ്റൊക്കെ വീഡിയോ ഉണ്ടാവുള്ളൂ. നോട്ട്സ് എഴുതാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളതനുസരിച്ച് ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. അറ്റൻഡൻസ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, നോട്ട് ചെയ്ത് വെച്ചിരിക്കും ഞങ്ങൾ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എന്താ പറയുക കമൻറ്റ് ചെയ്ത് നിങ്ങൾ ചോദിക്കാം. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത ക്ലാസ്സിൽ അത് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. എനിവേ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. തൽക്കാലം നിർത്തിയാലോ? ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു.